3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പർപ്പസ്. ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് മീൻസ് ഹെൽപ്പിംഗ് എംപ്ലോയീസ് ഗ്രോ ദെയർ സ്കിൽസ്, നോളേജ് ആൻഡ് അബിലിറ്റീസ് സോ ദേ ക്യാൻ പെർഫോം ബെറ്റർ ആൻഡ് ടേക്ക് ഓൺ ന്യൂ റോൾസ്. അതായത് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തിനു വേണ്ടി? ഗ്രോ ദെയർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നോളേജ് ഡെവലപ്പ് ചെയ്യാൻ, എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, ഇങ്ങനെയുള്ള നോളേജ്, സ്കില്ല്, എബിലിറ്റീസ് ഇതൊക്കെ ഗ്രോ ചെയ്യാൻ, വളർത്തിയെടുക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? പിന്നെ അവർക്ക് ബെറ്ററായിട്ട് പുതിയ റോളും പുതിയ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരിൽ കുറേ സ്കില്ലും നോളേജും എബിലിറ്റീസും ഡെവലപ്പ് ചെയ്യണതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടാലൻറ്റ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ പർപ്പസാണ്, ടാലൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പർപ്പസാണ് to ensure the organization has capable and motivated people who can achieve its goal. നമ്മുടെ ഓർഗനൈസേഷനിൽ കേപ്പബിളും മോട്ടിവേറ്റഡ് ആയ പീപ്പിൾസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഉണ്ട് എന്ന് ഉറപ്പാക്കലാണ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞത്. ദെൻ ലിസ്റ്റ് 3 ബെനിഫിറ്റ്സ് ഓഫ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ്. 3 ടാലൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്, ഗുണങ്ങൾ. എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് മോർ ലോയൽ. എംപ്ലോയീസിന് ഒരു തോന്നലുണ്ടാക്കും അവർ കുറേ വാല്യൂ ഉള്ള ആൾക്കാരാണ്, സ്ഥാപനത്തിന് അവരവിടെ നിൽക്കണോണ്ട് വാല്യൂ ഉണ്ട്. ആൻഡ് അവർ കുറേ മോർ ലോയൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആവും. എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് മോർ ലോയൽ ആയിരിക്കും, അതായത് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥാപനത്തോട്. ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്, ആൾക്കാരുടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും പെർഫോമൻസും നന്നായി കൂടും. ബിൽഡ് ഫ്യൂച്ചർ ലീഡേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇനി ഫ്യൂച്ചറിലേക്ക് പുതിയ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3, ഗീവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഒന്നാമത്തെ, കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്സ് ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ് സെക്ഷൻസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ നാലാമത്തെ, ഡിഫൈൻ ടാലൻറ്റ് ട്രെയിനിങ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിങ് ഈസ് പ്ലാൻഡ് ആക്ടിവിറ്റി ആണ് ടു ഇംപ്രൂവ് എംപ്ലോയീസ് സ്പെസിഫിക് സ്കിൽസ് ആൻഡ് നോളേജ് ടു പെർഫോം ദെയർ കറൻറ്റ് ജോബ് ഇഫക്റ്റീവ്ലി. അവർ കറൻറ്റായിട്ട് അവർ ചെയ്യുന്ന ജോബ് പെർഫെക്റ്റ്ലി ചെയ്യാൻ വേണ്ടി അവർക്ക് സ്പെസിഫിക് പ്രത്യേകം ഇപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേക ആ കാര്യം ചെയ്യാനുള്ള വ്യക്തമായ നോളേജും സ്കില്ലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ് എന്ത്? ട്രെയിനിങ്. എൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് ജോബ് പെർഫോമൻസ് കൂട്ടുക എന്നാണ്. എഫിഷ്യൻസിയും ആളുടെ പെർഫോമൻസും കൂട്ടുക ജോലിയിൽ, ആ പ്രത്യേക ജോലി കേട്ടോ, വെറുതെ കോമൺ ആയിട്ടല്ല, സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ ആ കാര്യത്തിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റൈറ്റ് 3 ടൈപ്സ് ഓഫ് ട്രെയിനിങ്. 4 ടൈപ്പ് ആണ് ഉള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലി ചെയ്യുന്നതോട് കൂടിയിട്ട് പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് ദ വർക്ക്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പുറമെ നിന്നിട്ട് വർക്ക്ഷോപ്പുകൾ, ഓൺലൈൻ കോഴ്സസ്, ജോലിയിലല്ല പക്ഷേ പുറത്ത് നിന്നിട്ട് അതെങ്ങനെയാണെന്ന് പഠിക്കാം. ദെൻ ടെക്നിക്കൽ ട്രെയിനിങ് ആണ്, ലേൺ ടു യൂസ് മെഷീൻസ് ഓർ സോഫ്റ്റ്വെയർ. എന്തെങ്കിലും മെഷീൻ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ടെക്നിക്കൽ മെഷീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദെൻ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക് സ്കില്ല്, പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. സ്റ്റേറ്റ് എനി 3 ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ 3 ബെനിഫിറ്റ്സ് ആണ്. എഫിഷ്യൻസി കൂട്ടും, കോൺഫിഡൻസ് കൂട്ടും. ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് കോൺഫിഡൻസ്, ഇംപ്രൂവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും, റെഡ്യൂസസ് എറേഴ്സ് ആൻഡ് എൻഹാൻസസ് ക്വാളിറ്റി. എറേഴ്സ് കുറയ്ക്കാനും ക്വാളിറ്റി കൂട്ടാനും സഹായിക്കും. വാട്ട് ഈസ് മെൻറ്ററിങ് ആണ്. മെൻറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെൻറ്ററിങ് ഈസ് എ പ്രോസസ്സാണ് വെർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട്സ് എ ലെസ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ടു ഹെൽപ്പ് ദം ടു ഗ്രോ ഇൻ ദെയർ കരിയർ. ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരെ മെൻറ്റർ എന്ന് പറയും. ആരെന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അവരെ മെൻറ്റി എന്ന് പറയും. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അറിയാത്ത ഒരാളെ പഠിപ്പിച്ച് കാര്യങ്ങൾ ഇതാക്കി കരിയർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക കേട്ടോ. മെൻഷൻ എനി 3 ബെനിഫിറ്റ്സ് ഓഫ് മെൻറ്ററിങ്.
മെൻഷൻ എനി 3 ബെനിഫിറ്റ്സ് ഓഫ് മെൻറ്ററിങ്ങിൻ്റെ 3 ബെനിഫിറ്റ്സ് ആണ്. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ കൂട്ടും, ഹെൽപ്സ് എംപ്ലോയീസ് അഡ്ജസ്റ്റ് ക്വിക്ക്ലി ടു ദ ഓർഗനൈസേഷനായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, എൻകറേജസ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോളജ് ഷെയറിംഗ് ഒക്കെ ഇതാക്കാൻ പറ്റും. ദെൻ വാട്ട് ഡു യു മീൻ ബൈ കരിയർ പാത്ത്? കരിയർ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സീരീസ് ഓഫ് പൊസിഷൻസ് ആണ്. കരിയർ പാത്ത് ഇസ് ദ സീരീസ് ഓഫ് പൊസിഷൻസ് ആൻ എംപ്ലോയി ക്യാൻ ടേക്ക് ടു മൂവ് ഫോർവേഡ് ഇൻ ദെയർ കരിയർ സച്ചസ്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയിയുടെ ഇപ്പോൾ ഒരാളൊരു സ്ഥാപനത്തിൽ ചിലപ്പോൾ സെയിൽസ്മാനായിട്ട് കയറും, പിന്നെ അയാൾ ചിലപ്പോൾ സെയിൽസ് സൂപ്പർവൈസർ ആവാം, പിന്നെ അങ്ങനെ കയറി എന്തുവരെ എത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ആദ്യം സെയിൽസ് അസിസ്റ്റൻ്റ് ആവും, പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവും, സെയിൽ മാനേജർ ആവാം, സെയിൽസ് ഗോൾസ് ആവും. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ ആൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് വരെ എത്താം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എവിടെയാണ് നമ്മുടെ ഗോള് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തി നമുക്ക് നല്ല പൊസിഷനിൽ എത്താം എന്നുള്ളൊരു ഗോള് ഇതാക്കുക. അതാണ് ഈ പാത്ത് എന്ന് പറയുന്നത്, കരിയർ പാത്ത്. Then why are career path important for employees and organizations? പ്രൊവൈഡ് എംപ്ലോയീസിന് ക്ലിയർ ഗോൾസും ഡയറക്ഷൻ കിട്ടാൻ നല്ലതാണ്. മോട്ടിവേറ്റ് ടു, അവർക്ക് ഇങ്ങനെ ഇന്നത് എത്താം എന്ന് പറഞ്ഞില്ലേ നമ്മൾ കരിയർ പാത്തിൽ, അപ്പോൾ അവർക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ഇത് വരുമ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ്. ഇംപ്രൂവ് പെർഫോമൻസ് കൂട്ടും, ഓർഗനൈസേഷനും ഫ്യൂച്ചറിൽ സ്റ്റാഫിംഗ് നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവരെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ മറ്റേ പൊസിഷനിലേക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയി പെട്ടെന്ന് ഒരാളെ നമ്മുടെ സ്ഥാപനത്തിൽ എടുക്കണേക്കാൾ ഓൾറെഡി കുറേ കാലം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ താഴെ തട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസിലും കാര്യങ്ങളെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്യൂച്ചറിൽ സ്റ്റാഫിംഗ് നീഡ്സ് മീറ്റ് ചെയ്യാനും പറ്റും. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സക്സഷൻ പ്ലാനിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതിലുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈസ് ഐഡൻറ്റിഫൈങ് ആൻഡ് പ്രിപ്പയറിങ് എംപ്ലോയീസ് ടു ഫിൽ കീ ലീഡർഷിപ്പ് റോൾസ് വെൻ കറണ്ട് ലീഡേഴ്സ് ലീവ് ഓർ റിട്ടയർ. നമ്മൾ കറണ്ട് ലീഡേഴ്സ് റിട്ടയർ ആവുമോ, അവർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ലീവ് ആവുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തി നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ എംപ്ലോയീസിനെ കണ്ടെത്തി അവരെ പ്രിപ്പയർ ചെയ്യാം ആ റോള് പ്ലേ ചെയ്യാൻ വേണ്ടി. അതിനെ പറയുന്നതാണ് സക്സഷൻ പ്ലാനിങ്. ദെൻ റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈങ് ക്രിട്ടിക്കൽ പൊസിഷൻ ഏതാണെന്ന് കണ്ടെടുക്കുക, ഫൈൻഡ് പൊട്ടൻഷ്യൽ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്, നമ്മൾ ആർക്കാണ് അതിലേക്ക് കയറ്റാൻ പറ്റിയ പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ്, ദെൻ അവരെ ട്രെയിൻ ആൻഡ് പ്രിപ്പയർ ദം ഫ്യൂച്ചർ റോളിൽ പ്രിപ്പയർ ചെയ്യുക. സ്റ്റേറ്റ് 3 ബെനിഫിറ്റ്സ് ഓഫ് സക്സഷൻ പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ലീഡർഷിപ്പ് കണ്ടിന്യൂസ്ലി എൻഷുർ ചെയ്യാൻ പറ്റും. റെഡ്യൂസസ് ഡിസ്റപ്ഷൻ വെൻ കീ പൊസിഷൻ ലീവ് ആകുമ്പോൾ നമ്മളവിടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ പറ്റും. ബിൽഡ്സ് എംപ്ലോയി ലോയൽറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, നമ്മളെ ഉയർന്ന പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്തുണ്ടാവും, ഒരു കമ്മിറ്റ്മെൻറ്റും ലോയൽറ്റി ഒക്കെ ഉണ്ടാവും. വാട്ട് ആർ ദ ഡിജിറ്റൽ ടൂൾസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഡിജിറ്റൽ ടൂൾസായ കുറേ ഓൺലൈൻ ഡിജിറ്റൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഓൺലൈൻ സിസ്റ്റമാണ് യൂസിങ് ടു ട്രെയിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എംപ്ലോയീസ്. ലേണിങ്, വെബിനാർ കൊടുക്കുക, വെർച്വൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്ലെയിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സംഭവം നമുക്കൊരു പഠിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്ലെയിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് കൂടാം. അപ്പോൾ അതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് എന്ത് പറയണത്, വെർച്വൽ ക്ലാസ് റൂംസ്, അതേപോലെയുള്ള സംഭവം. ദെൻ ഗീവ് എനി എക്സാമ്പിൾസ് ഓഫ് 3 ഡിജിറ്റൽ ടൂൾസ് യൂസ്ഡ് ഫോർ എംപ്ലോയി ട്രെയിനിങ്ങിനുള്ള 3 ഡിജിറ്റൽ ടൂൾസ്. അതായത് കുറേ സോഫ്റ്റ്വെയർസാണ്. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഉണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ LMS എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ വാട്ട് ഈസ് LMS എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ LMS എന്ന് പറഞ്ഞാൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിന് എക്സാമ്പിൾസ് മൂഡിൽ, ടാലൻ്റ്, LMS ഇതൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കേട്ടോ. വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ, സൂം, ഗൂഗിൾ മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈക്രോസോഫ്റ്റ് ടീംസ് അങ്ങനെയുള്ള. ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, ലിങ്ക്ഡിൻ ലേണിംഗ് ഉണ്ട്. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പരസ്യം, കോഴ്സെറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഇതേപോലെയുള്ള ആപ്പുകളാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. മെൻഷൻ 3 എനി ബെനിഫിറ്റ്സ് ആണ്. ഫ്ലെക്സിബിൾ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ, അവൈലബിൾ എനി ടൈം എനിവെയർ,
കോസ്റ്റ് ഇഫക്റ്റീവാണ്, ഈസി ടു ട്രാക്ക് പ്രോഗ്രസ്, എൻകറേജസ് കണ്ടിന്യൂസ്ലി ആൻഡ് സെൽഫ് പേസ്ഡ് ലേണിംഗ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് കുറവിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഈ 2 മാർക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാര്യങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മാർക്ക് പറയണം. ഓക്കെ.